ശിവഗംഗ കസ്റ്റഡി മരണത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഇല്ലാത്തൊരു പരാതിയിലാണ്. തമിഴ്നാട് ശിവഗംഗയിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെട്ട അജിത് കുമാറിനെതിരെ യുവതി നൽകിയ മോഷണ പരാതി വ്യാജമെന്ന് സംശയം. പരാതിക്കാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതായി CBI കണ്ടെത്തി. കാറിന്റെ താക്കോൽ കൈമാറിയ സമയം ഉൾപ്പെടെ തെറ്റാണെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ക്ഷേത്ര ജീവനക്കാരനായ അജിത് കുമാർ തന്റെ കാറിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. ഇതിനെ തുടർന്നുണ്ടായ അറസ്റ്റിൽ തിരുഭുവനം പോലീസ് കസ്റ്റഡിയിൽ വെച്ചാണ് ക്രൂരപീഡനത്തിനിരയായി അജിത് കുമാർ മരിച്ചത്. കാറ് പാർക്ക് ചെയ്യാൻ ഏൽപ്പിച്ച് കുറെ സമയത്തിനു ശേഷമാണ് തനിക്ക് അജിത് കുമാർ താക്കോൽ തിരികെ നൽകിയതെന്നും കാർ പാർക്കിംഗ് ഗ്രൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോയെന്നുമാണ് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ CBI അന്വേഷണത്തിൽ 2 മിനിറ്റിനുള്ളിൽ അജിത് കുമാർ താക്കോൽ തിരികെ നൽകിയെന്നും കാർ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. ആദ്യഘട്ടം മുതൽ പരാതിയിലും പോലീസിന്റെ തിരക്കിട്ട നീക്കങ്ങളിലും സംശയമുയർന്നിരുന്നു. നിരവധി തട്ടിപ്പു കേസുകളിൽ പ്രതി കൂടിയാണ് പരാതിക്കാരി. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.